നമസ്കാരം. മീഡിയ വണ്ണിലെ സുഹൃത്തുക്കളോടാണ്. നിങ്ങൾ ഈ രാജ്യത്തോട്, ഈ സമൂഹത്തോട് കാണിക്കുന്നത് വലിയ നെറികേടാണ്. നിങ്ങൾക്ക് മാത്രമല്ല, ഈ രാജ്യത്തെ എല്ലാ മാധ്യമങ്ങൾക്കും ഇക്കാലത്ത് സ്വന്തമായ രാഷ്ട്രീയമുണ്ട്. നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്നൊന്ന് ഇല്ലാതെ തന്നെ ആയിരിക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. നിഷ്പക്ഷമെന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായ പക്ഷം പിടിച്ചും പക്ഷഭേദത്തോടും കൂടി തന്നെയാണ് എല്ലാവരും വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് മീഡിയ വണ്ണിന് ഒരു പ്രത്യേക രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ അത് മതരാഷ്ട്രീയമാണ്, തീവ്ര മതരാഷ്ട്രീയമാണ് എന്ന് പറയുന്നതിൽ പോലും ഒബ്ജക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ രാഷ്ട്രീയം ഈ രാജ്യത്തെ നിയമങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അതിന് താഴെ നിന്നുകൊണ്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രാക്ടീസ് ചെയ്യാൻ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ ഒന്നുമല്ല ജീവിക്കുന്നത്, ബംഗ്ലാദേശിൽ പോലുമല്ല, ഭാരതത്തിലാണ്. അതുകൊണ്ട് തന്നെ മീഡിയ വൺ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും വിമർശിക്കപ്പെടാറുണ്ടെങ്കിലും അതിനപ്പുറം കാര്യങ്ങൾ പോകാറില്ല. ഒരു പ്രാവശ്യം മീഡിയ വണ്ണിന് നിരോധനം ഉണ്ടായിട്ടുണ്ട്. ആ നിരോധനം സുപ്രീം കോടതിയാണ് റദ്ദാക്കിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു വിധിക്കെതിരെ മീഡിയ വൺ അർത്ഥസത്യങ്ങളും അസത്യങ്ങളും ഉപയോഗിച്ച് ഈ രാജ്യത്ത് ഒരു വലിയ തോതിൽ അസംതൃപ്തിയും തെറ്റിദ്ധാരണയും പരത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇന്ന് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം മീഡിയ വൺ അവരുടെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത്. പല അവസരങ്ങളിൽ അവർ വളരെ കൃത്യമായി, വളരെ ചാതുര്യത്തോടുകൂടി തന്നെ ആ രാഷ്ട്രീയവും ആ മതരാഷ്ട്രീയവും നമ്മുടെ സമൂഹത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാൻ വളരെ കൃത്യമായി അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിനെ പല സമയത്തും ഇത്തരം അർത്ഥസത്യങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കുന്നതോടുകൂടി അവർ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തോട് തന്നെയാണ് ഒരു വലിയ അനീതി പുലർത്തുന്നത്, അല്ലെങ്കിൽ അനീതി കാണിക്കുന്നതെന്ന് ഒരുപക്ഷെ അവർ തിരിച്ചറിയുന്നില്ല. നമ്മുടെ രാജ്യത്തുള്ളത് ജനാധിപത്യമാണ്, മതേതരത്വമാണ്. ആ മതേതരത്വം എന്ന് പറയുന്നത് 80% വരുന്ന ഹിന്ദു ഭൂരിപക്ഷം തീരുമാനിച്ച പ്രകാരമുള്ള മതേതരത്വമാണ്. അല്ലാതെ ഈ രാജ്യം വിഭജിച്ചപ്പോൾ തീർച്ചയായിട്ടും ആ വിഭജനത്തിന് കാരണമായ മതമല്ല ഈ രാജ്യത്തെ നയിക്കേണ്ടത്, ഇവിടെ സെക്യുലറിസമാണ് ഉണ്ടാകേണ്ടതെന്ന് അന്നത്തെ രാഷ്ട്രശില്പികൾ തീരുമാനിച്ചതുകൊണ്ടാണ് ഈ രാജ്യം ഇന്നും മതേതരമായി പോകുന്നത്. പക്ഷേ ആ മതേതരത്വത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഏതൊരു പൗരനും, അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും, അവരുടെ മതസ്വാതന്ത്ര്യത്തോടു കൂടി, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനുള്ള എല്ലാ അവസരവും പ്രദാനം ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ഇത്തരം അസത്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് തെറ്റിദ്ധാരണ പരത്തുന്നതും അത് വലിയ തോതിൽ പ്രകോപനമുണ്ടാക്കുന്നതും മുസ്ലിം സമൂഹത്തിൽ തന്നെയാണ്. അതുതന്നെയാണോ മീഡിയ വണ്ണിൻ്റെ ഉദ്ദേശമെന്ന് എനിക്കറിയില്ല. ഇപ്പം മീഡിയ വണ്ണിനെ കുറിച്ച് നിരവധി പരാതികൾ കഴിഞ്ഞ കുറേ കാലങ്ങൾ, ഈ നിരോധനം കഴിഞ്ഞ് തിരിച്ച് രണ്ടാമത് ഈ ചാനൽ വന്ന ശേഷം പോലും നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി അവരുടെ ചർച്ചകളെ സംബന്ധിച്ച്, ആ ചർച്ചകൾ പോകുന്ന രീതികളെ സംബന്ധിച്ച്, ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച്, എല്ലാത്തിലും വർഗീയത കാണുന്നതിനെ സംബന്ധിച്ചൊക്കെ നിരവധി വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിലേക്കല്ല പോകുന്നത്. നമ്മുടെ രാജ്യവും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് മാത്രമാണ്. പഹൽഗാം അറ്റാക്ക് കഴിഞ്ഞപ്പോൾ, പഹൽഗാം ഭീകരാക്രമണം, മതം ചോദിച്ച് തന്നെ ആൾക്കാരെ കൊന്ന ഭീകരാക്രമണം, അത് കഴിഞ്ഞപ്പോൾ മീഡിയ വണ്ണിൽ ഉണ്ടായ ഒരു ചർച്ചയെ സംബന്ധിച്ച് BJP തന്നെ സംസ്ഥാന DGPക്ക് പരാതി കൊടുത്തതായിട്ടൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു. ആ പരാതിക്ക് എന്ത് സംഭവിച്ചു, ആ വാർത്ത പിന്നീട് എന്തായി എന്ന് നമുക്കറിയില്ല, എനിക്കറിയില്ല വ്യക്തിപരമായിട്ട്. എന്തായാലും അന്ന് ഒരു പരാതി മീഡിയ വണ്ണിനെതിരെ അന്ന് BJP കൊടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമതൊരു പരാതി മീഡിയ വണ്ണിനെതിരെ കടുത്ത വിമർശനം വന്നതും രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ്. ദില്ലി സ്ഫോടനം. നവംബർ 10 ദില്ലിയിൽ ഒരു മനുഷ്യ ബോംബ്, ഇസ്ലാമിക ഭീകരനായ ഒരു മനുഷ്യ ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ 15 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസ് ചോദ്യം ചെയ്ത കുറേ ഡോക്ടർമാരെ മാത്രമല്ല നിരവധി ആൾക്കാരെ അവർ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ചില ആൾക്കാരെ അവർ വിടുകയും ചെയ്തു അതിനുശേഷം. അത് വളരെ നാച്ചുറലാണ്. ഒരു ഇസ്ലാമിക ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ആ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ എന്ന് കരുതുന്ന സംഘാംഗങ്ങളായ കുറേ പേർ കസ്റ്റഡിയിൽ ഉള്ളപ്പോൾ, അവർ ഡോക്ടർമാരുകൂടിയാവുമ്പോൾ തീർച്ചയായിട്ടും അവരുമായി ബന്ധപ്പെടുന്ന, അവർ ഫോണിൽ വിളിച്ചിട്ടുള്ള ആൾക്കാർ മിക്കവാറും അവരും ഡോക്ടർമാരായിരിക്കും. ആ ഡോക്ടർമാരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് വളരെ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. ആ ചോദ്യം ചെയ്യലിൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഇവർ നിരപരാധികളാണ്, ഇവർക്ക് ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ വിട്ടയക്കുന്നതും അതുപോലെ തന്നെ സ്വാഭാവികമായ പ്രവൃത്തിയാണ്. പക്ഷേ ഇവിടെ
ഇങ്ങനെ പിടിച്ച കുറേ ഡോക്ടർമാരെ വിട്ടയച്ചപ്പോൾ ഉടൻ മീഡിയ വണ്ണിൻ്റെ കാർഡ് വന്നത് ദില്ലി സ്ഫോടനം അറസ്റ്റ് ചെയ്യപ്പെട്ട ഡോക്ടർമാരെ 4 ഡോക്ടർമാരെ വിട്ടയച്ചു എന്നാണ്. നോക്കൂ, കൃത്യമായി തെറ്റിദ്ധരിക്കപ്പെടും എന്നുറപ്പുള്ള, തെറ്റിദ്ധരിക്കട്ടെ എന്ന് വിചാരിച്ച് തന്നെ ചെയ്യുന്ന കാര്യമാണിത്. വളരെ കൃത്യമായിട്ട് തന്നെ, അതായത് പ്രത്യക്ഷത്തിൽ ഒരാൾക്ക് അത് വായിക്കുമ്പോൾ തോന്നുക ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്ത ഡോക്ടർമാരെ വിട്ടയച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ സത്യം എന്താണ്? അന്ന് മുതൽ ഇന്ന് വരെ അതേ ഡോക്ടർമാരെല്ലാവരും കസ്റ്റഡിയിലാണെന്ന് മാത്രമല്ല, ദില്ലിയിൽ മാത്രമല്ല, ഇന്ത്യയുടെ നിരവധി നഗരങ്ങളിൽ വലിയ തോതിൽ സ്ഫോടനം നടത്താനും ഡിസംബർ 6-ന് ഈ രാജ്യത്ത് ഒരു വലിയ കലാപം ഉണ്ടാക്കാനുമുള്ള ശ്രമം നടത്തിയ കശ്മീരി ഡോക്ടർമാരും ഒരു UP-യിൽ നിന്നുള്ള ഒരു വനിതാ ഡോക്ടറുമാണ് കസ്റ്റഡിയിലുള്ളത്. അവരിപ്പോഴും കസ്റ്റഡിയിലാണ്. അവരുടെ ചോദ്യം ചെയ്യൽ ഓരോ ദിവസം കഴിയും തോറും ഇവർക്ക് ഈ വലിയ ഗൂഢാലോചനയിലുള്ള പങ്ക് ഉറപ്പിച്ചു വരികയുമാണ്. ആ അവസരത്തിലാണ് മീഡിയ വൺ ഇപ്പുറത്ത് ഒരു കാർഡ് കൊടുക്കുന്നത്, ദില്ലി സ്ഫോടനം പോലീസ് അറസ്റ്റ് ചെയ്ത ഡോക്ടർമാരെ വിട്ടയച്ചു എന്ന്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യവുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് മീഡിയ വണ്ണിൻ്റെ ആവശ്യം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതല്ലാതെ ഇതിന് വേറെ എന്ത് ഉത്തരമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് ഈ വിഷയം വീണ്ടും സംസാരിക്കാൻ കാരണം ഇത് കൊത്തി മുറത്തിൽ കയറി കൊത്തി എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ സൈന്യത്തെയും മീഡിയ വൺ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ കൃത്യമായി ഇന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നിരവധി പേർ ചോദ്യം ചെയ്യുന്നവരും അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നവരും എല്ലാവരും സംഘികളൊന്നുമല്ല. എല്ലാവർക്കും സംഘി പട്ടം കൊടുക്കാൻ ഒരു പ്രത്യേക യൂണിവേഴ്സിറ്റി തന്നെ തുറന്നിട്ടുണ്ട് മീഡിയ വൺ ചാനൽ. അപ്പോൾ ഇവരാരും ആ സംഘി പട്ടം കിട്ടേണ്ടവരോ കിട്ടുന്നവരോ അല്ല, അവർ സംഘി വിമർശകർ തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ സൈന്യം ഇതിനെല്ലാം അതീതമാണ് എന്നാണ് നമ്മളുടെ സങ്കല്പം, നമ്മളുടെ ആശയം തന്നെ. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ തന്നെ ഒരു അടിസ്ഥാന ആശയം സൈന്യം ഇതിനെല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതാണ്. ആ സൈന്യത്തെ വിമർശിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ സൈന്യത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാർഡാണ് ഇന്ന് മീഡിയ വൺ കൊടുത്തിട്ടുള്ളത്. എന്താണ് ആ കാർഡ്? ഒരു ക്രിസ്ത്യൻ ഓഫീസർ, അയാളെ സുപ്രീം കോടതി ഇടപെട്ടിട്ട് സുപ്രീം കോടതിയിലെത്തിയ കേസാണ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്തും അതേപോലെ ജസ്റ്റിസ് ജോയ്മാല ബാഗ്ചിയും ചേർന്ന 2-അംഗ ബെഞ്ചാണ് ആ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. ഈ മനുഷ്യന്, ലഫ്റ്റനന്റ് സാമുവൽ കമലേശൻ എന്ന് പറയുന്ന ഈ മനുഷ്യന് ഇന്ത്യൻ ആർമിയിൽ, ഭാരതീയ സേനയിൽ പ്രവർത്തിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞ് കടുത്ത വിമർശനത്തോടു കൂടിയാണ് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത്. അല്ലാതെ വെറും ഒരു സർവീസ് ചട്ടവുമായി ബന്ധപ്പെട്ട തർക്കവും ആ തർക്കത്തിൽ ഉണ്ടായ സാങ്കേതികമായ വിധിയുമല്ല സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് മീഡിയ വണ്ണെങ്കിലും മനസ്സിലാക്കേണ്ടതാണ്. കടുത്ത വിമർശനത്തോടു കൂടിയാണ് സാമുവൽ കമലേശനെ ആർമിയിൽ നിന്ന്, പട്ടാള സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിഷയം? എന്താണ് മീഡിയ വൺ ചെയ്തത്? ഇതുമായി ബന്ധപ്പെട്ട വിഷയം മതങ്ങൾക്കും സർവമത സ്ഥൽ എന്ന് പറയുന്ന എല്ലാ മതങ്ങളുടെയും പ്രതീകാത്മകമായ കെട്ടിട രൂപങ്ങളും ഒക്കെ ഉള്ള സ്ഥലം എല്ലാ റെജിമെൻറ്റുകളിലും, എല്ലാ ആർമി കൻ്റോൺമെൻറ്റുകളിലും ഉണ്ട്. അവിടെ എല്ലാവരും കയറാറുണ്ട്, എല്ലാവരും എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാറുണ്ട്, എല്ലാ പ്രാർത്ഥനകളിലും പങ്കെടുക്കാറുണ്ട്. അതിൻ്റെ ആശയം എന്ന് പറയുന്നത് വെറും മതേതരത്വമല്ല. നമ്മുടെ രാഷ്ട്രീയക്കാർ ഇവിടെ പറയുന്ന മതേതരത്വമേ അല്ല. ഭാരതീയ സേനയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യയിൽ തന്നെ മതേതരത്വം അതിൻ്റെ കൃത്യമായ ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ പരിപാലിക്കപ്പെടുന്ന ഒരു സ്ഥാപനമുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ പ്രതിരോധ സേനയാണ് എന്ന് പറയേണ്ടി വരും. രാഷ്ട്രീയക്കാരും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന മതേതരത്വമേ അല്ലാതെ മതത്തിനും ജാതിക്കും വർണ്ണത്തിനും വർഗത്തിനും അതീതമായി, വരുന്ന പ്രദേശത്തിന് അതീതമായി ഒരു സൈനികൻ്റെ യൂണിഫോമിൻ്റെ ആ ഏകതയിലാണ് സൈന്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ. അതുതന്നെയാണ് സൈന്യത്തിൻ്റെ അടിസ്ഥാനവും. ഒരു റെജിമെൻറ്റിനെ ഒരുമിച്ച് നിർത്തുന്നത് ഇത്തരം ചില വികാരങ്ങളാണ്. അവിടെ ഞാൻ ഹിന്ദുവും മറ്റേയാൾ ക്രിസ്ത്യാനിയും വേറൊരാൾ മുസ്ലിമും ഒന്നുമല്ല. എല്ലാവരുടെയും ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കുന്നു. അതോടുകൂടി സർവധർമ്മ സമഭാവന എന്നുള്ളത് മാത്രമല്ല, ഞാനും നീയും ഒന്നാണ്, നമ്മൾ ഒരുമിച്ചാണ് ഈ കാര്യത്തിൽ എന്നുള്ള കൃത്യമായ സന്ദേശമാണ് സൈനികൻ്റെ ഉള്ളിലേക്ക് ചേർക്കപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ചടങ്ങുകൾ അവിടെ സംഘടിപ്പിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ശ്രേഷ്ഠത പൊക്കി കാണിക്കാനും ഏതെങ്കിലും ഒരു മതത്തെ ഇകഴ്ത്തി കാണിക്കാനുമല്ല. അങ്ങനെ യാതൊന്നും അവിടെ നടക്കുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാ ട്രെയിനിങ്ങും പട്ടാളത്തിൻ്റെ കിട്ടി ലെഫ്റ്റനൻറ്റ് പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ് തനിക്ക്
താൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് തനിക്ക് ഗുരുദ്വാരയിൽ കയറാൻ പറ്റില്ല, ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല എന്ന് പറയുന്നത്. അവിടെ മതവിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, അവിടെ അച്ചടക്കത്തിൻ്റെ പ്രശ്നമാണ്. അത് ആർമിയുടെ ഒരു സ്പിരിറ്റിൻ്റെ എതിരായിട്ടുള്ളതാണ്, ആർമിയുടെ ഒരു കൾച്ചറിൻ്റെ എതിരായിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഈ മനുഷ്യൻ്റെ അപേക്ഷ തള്ളിയത്, നിഷ്കരുണം തള്ളിയത്. ഇതിനെ മീഡിയ വൺ ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് നോക്കുക. ക്ഷേത്ര പൂജയിൽ പങ്കെടുത്തില്ല, അതുകൊണ്ട് ക്രിസ്ത്യാനിയായ ഓഫീസറെ ആർമിയിൽ നിന്ന് പിരിച്ചുവിട്ടു, അതിനെ സുപ്രീം കോടതി ശരിവെച്ചു എന്നാണ് പറയുന്നത്. എത്ര ദുരുദ്ദേശത്തോടു കൂടി ആണ് ഈ വരികൾ എഴുതപ്പെട്ടത് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട്, കൃത്യമായ ഒരു ചിന്തയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ക്ഷേത്രപൂജയെ ഇയാൾ ചെയ്യാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അത് ക്ഷേത്രം പോലും അല്ല, ഗുരുദ്വാരയാണ്. ഗുരുദ്വാര കഴിഞ്ഞ് ഒരുപക്ഷെ ക്ഷേത്രത്തിൽ പോകേണ്ടതാണ്. ഇതെല്ലാം ചെയ്യാനും ഇതെല്ലാത്തിലും പങ്കെടുക്കാനും എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാനും ബാധ്യസ്ഥനായ ഒരാളാണ് അയാൾ. അയാൾക്ക് മാത്രമായിട്ട് മറ്റൊരു നിയമം സൃഷ്ടിക്കാൻ പറ്റില്ല. എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ, എത്രയോ ഹിന്ദു ചെറുപ്പക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ചടങ്ങുകളിൽ തന്നെ നേതൃത്വം കൊടുക്കുന്ന പൂജാരിമാർ, പണ്ഡിറ്റുമാർ, ഇവരൊക്കെ ആർമി ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാരാണ്. ഇവർക്കെല്ലാം ഈ കൃത്യമായ എല്ലാ സർവധർമ്മ സമഭാവന എന്നുള്ള ആശയം ഇവരിലേക്കൊക്കെ വളരെ കൃത്യമായി ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിലാണ്, പ്രതിരോധ സേനയിലാണ്, ഇന്ത്യൻ സേനയിലാണ് ഇത്തരം മതത്തിൻ്റെ പേരിലുള്ള ഈ ഞാൻ മാറി നിൽക്കും, എനിക്ക് മാറി നിൽക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉയർത്തപ്പെടുന്നത്. അത് ഒരു കാരണവശാലും സമ്മതിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, രാജ്യത്തെ സൈന്യത്തെ തന്നെ തകർക്കുന്ന, വിഭാഗീയത സൃഷ്ടിക്കുന്ന നടപടിയായി പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ ആവട്ടെ എന്ന് കരുതിയാണോ ഇത്തരം കാർഡുകളൊക്കെ പടച്ചുവിടുന്നത്, ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഈ രാജ്യത്തെ വളരെ ചെറിയ ഒരു ഡെവലപ്മെൻറ്റ് പോലും ഇത്തരത്തിൽ ഹൈന്ദവ വിരോധം, ഭൂരിപക്ഷ വിരോധം, ഇവിടെ ഒരു കാരണവശാലും ക്ഷേത്രവും വരുന്നില്ല, ക്ഷേത്ര പൂജയും വരുന്നില്ല, എന്നാലും അതാണ് ഇതിലേക്ക് കടത്തിവിട്ടത്. ഇത് വളരെ ജാഗ്രതയോടുകൂടി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മീഡിയ വൺ ചെയ്യുന്നത് അവർക്കത് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ്. ഒരു പക്ഷേ അവർ ശ്രദ്ധിക്കാതെ പോയത്, ഇത്രയും കാലം ഇത്രയും വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്തിട്ടും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം അവർ സൈന്യത്തെ കയറി തൊട്ടു എന്നുള്ളതാണ്. സേനയെക്കുറിച്ചുള്ള അറിവില്ലായ്മ, സൈനിക ജീവിതത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അതിനെല്ലാം ഉപരി സൈന്യത്തെ തൊട്ട് കളിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച്, ആ ഭവിഷ്യത്ത് എന്ന് ഞാൻ പറയുമ്പോൾ അത് കയറി വെടിവെക്കുമെന്നോ ഒന്നുമല്ല, അങ്ങനെയൊന്നും ധരിക്കരുത് ദയവ് ചെയ്ത്. പക്ഷേ സൈന്യം എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അതിൽ രാഷ്ട്രീയമോ മതമോ മറ്റൊരു വിഭാഗീയതയും ഇല്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷനായി നിലനിൽക്കുന്ന ഒരു വിഭാഗമാണ്, ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ തൊട്ട് കളിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലായ്മ കൂടിയാവാം ഇത്തരം ചെറുതെന്ന് തോന്നുന്ന കുസൃതികൾ ഒപ്പിക്കാൻ ഇതുപോലെയുള്ള ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ചെറുതാണ്, കുസൃതിയാണ് എന്നൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ പിന്നിലുള്ള മനോരോഗം എന്താണ് എന്ന് സമൂഹം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമസ്കാരം.